ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ മിക്കവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പാണ്. ഞാനിതിൽ കാണിക്കുന്ന അളവുകളൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള അളവുകളാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഉണ്ണിയപ്പം ഫ്ലോപ്പായി പോവില്ല. അപ്പം ഡീറ്റെയിൽസ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് പച്ചരിയാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള അരിയാണിത്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ അരി മുഴുവനും കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഞാനിവിടെ 1.25 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഗ്രാമിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 350 ഗ്രാമാണ് ഇതുണ്ടാവുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് ശരിക്കും ഒരു പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ശർക്കര മെൽറ്റാവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള അരിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഒരു 5-6 ഏലക്കായയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ശർക്കര പാനി ഒട്ടും ചൂടാറാതെ പെട്ടെന്ന് തന്നെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനി ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് അതിന്റെ പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ണിയപ്പത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരി കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എങ്ങാനും ഈ ശർക്കരപ്പാനിയുടെ ചൂട് ഒരല്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടി അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് വേണം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അരി അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരികളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 3 മൈസൂർ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മാക്സിമം മൈസൂർ പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി എങ്ങാനും മൈസൂർ പഴം കിട്ടിയില്ലെങ്കിൽ റോബസ്റ്റ് പഴമാകുമ്പോൾ പഴത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് 1 മുതൽ 1.5 വരെ ചേർക്കാവുന്നതാണ്. റോബസ്റ്റ് പഴം ചേർക്കുമ്പോഴും വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. എന്നാലും മൈസൂർ പഴം ചേർക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഈ പഴമൊക്കെ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3/4 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഞാൻ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. തവി വെച്ച് മിക്സ് ചെയ്ത് റെഡിയാവാതെ ഇരുന്നപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. ഇനി ഇത് അടച്ച് വെച്ച് മിനിമം 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ബാറ്ററി ചെറുതായിട്ടൊന്ന് തിക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി എള്ളും കൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഈ എള്ള് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് മാറ്റി കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ഞാനിവിടെ ബാറ്ററിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ ഒരല്പം തിക്കായിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി മിക്സാക്കി എടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ വെള്ളം കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ എല്ലാ കുഴികളിലും ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം പൊങ്ങി വരാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഉണ്ണിയപ്പം കുക്കാക്കി എടുക്കാൻ. അല്ലാതെ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം വേവാതെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ് കുറച്ച് കൂടി പോവുകയാണെങ്കിലും ഉൾഭാഗം വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ 2 ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. മുഴുവൻ ഉണ്ണിയപ്പവും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ബാറ്ററിന്റെ തിക്നെസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ബാറ്റർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലും ബാറ്റർ അങ്ങ് ലൂസായി പോയാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന പഴത്തിന്റെ അളവ് കൂടിപ്പോയാലും ഉണ്ണിയപ്പത്തിൽ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ഈ കാണിച്ചിട്ടുള്ള അതേ സെയിം റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിവിടെ മുഴുവൻ ഉണ്ണിയപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 കിലോ പച്ചരി വെച്ച് എനിക്കിവിടെ 50 ഉണ്ണിയപ്പാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണിത്. അതേപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.